പാർവതിയാണ്. അക്ഷരകളരിയുടെ വാർഷിക ദിനമായ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രകൃതി സൗന്ദര്യം കൊണ്ട് മാത്രമല്ല സംസ്കാരം കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ കേരളത്തെ തനിമയുള്ള താക്കുന്ന ചില മനോഹരമായ കലാരൂപങ്ങളിലൂടെ നിങ്ങൾ എല്ലാവരെയും ഓരോ യാത്ര കൊണ്ടുപോകുകയാണ് ഞങ്ങൾ മഞ്ചാടി മൊഞ്ചി ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. അവർ ഓരോ കലാരൂപത്തെക്കുറിച്ചും പറയുന്നത് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് കേദാർ. ഞാനിന്ന് പറയാൻ പോകുന്നത് കളരിപ്പയറ്റിനെ കുറിച്ചാണ്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഏറ്റവും പഴയ പോരാട്ട സംവിധാനങ്ങളിൽ ഒന്നാണിത്. ശക്തി, വഴക്കം, വേഗത എന്നിവ നേടുന്നതിന് പരിശീലനം ആവശ്യമാണ്. കളരിപ്പയറ്റിൽ വിവിധതരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. വാള്, പരിച, കുന്തങ്ങൾ, കതാറുകൾ എന്നിവ ഉപയോഗിക്കാൻ അവർക്ക് പരിശീലനം നൽകുന്നു. കളരിപ്പയറ്റിൽ പ്രതിരോധ ആക്രമണ രീതികൾ മനോഹരവും ജനപ്രിയവുമാണ്. നമസ്കാരം, എൻ്റെ പേര് നിവേദ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ തനതായ നൃത്തരൂപമായ മോഹിനിയാട്ടത്തെക്കുറിച്ചാണ്. മഹാവിഷ്ണുവിൻ്റെ മോഹിനി അവതാരത്തിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഈ നൃത്തരൂപത്തിന് പേര് വന്നത്. നർത്തകിമാർ സ്വർണ്ണക്കടയുള്ള വെള്ള നിറത്തിലുള്ള മനോഹരമായ സാരിയാണ് കൊടുക്കുന്നത്. ഇതിനെ കസവ് സാരി എന്ന് പറയും. മുടി ഒരു വശത്ത് കെട്ടിവെച്ച് മുല്ലപ്പൂക്കൾ വെച്ച് അലങ്കരിക്കും. മോഹിനിയാട്ടത്തിലെ ചലനങ്ങൾ വളരെ മിതവും ഉറക്കുള്ളതുമാണ്. കൈമുദ്രകളും മുഖഭാവങ്ങളും ഉപയോഗിച്ച് കഥകൾ പറയും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡേച്ചൽ ചാക്കർ. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കഥകളിയെ കുറിച്ചാണ്. ഇത് കേരളത്തിൽ വളരെ പ്രശസ്തമായ ഒരു ക്ലാസിക്കൽ കലാരൂപമാണ്. നടന്മാർ സംസാരിക്കില്ല, പകരം മുദ്രകൾ എന്നറിയപ്പെടുന്ന കൈമുദ്രക്കാലം ഉപയോഗിക്കുന്നു. മുഖത്തെഴുത്തും പ്രധാനമാണ്. നല്ല കഥാപാത്രങ്ങൾക്ക് പച്ച നിറവും ദുഷ്ട കഥാപാത്രങ്ങൾക്ക് ചുവപ്പും കത്തിവേഷവും ഉപയോഗിക്കുന്നു. ചെണ്ട, മദളം, ചെങ്കില, ഇലത്താളം തുടങ്ങിയ വാദ്യങ്ങളോടെ അകമ്പടിയോടെയാണ് കഥകളി അവതരിപ്പിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ആര്യ. നിങ്ങൾ പുലികളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓണ ആഘോഷ സമയത്ത് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ അവതരിപ്പിക്കുന്ന ഒരു നാടൻ കലാരൂപമാണ്. 200 വർഷങ്ങൾ മുമ്പേ തൃശ്ശൂർ ജില്ലയിൽ ആണ് രൂപം കൊണ്ടത്. കലാകാരന്മാർ പുലിയെ പോലെയും വേടന്മാർ പോലെയും ശരീരം മഞ്ഞ, കറുപ്പ്, ഓറഞ്ച്, വെള്ള നിറങ്ങൾ പെയിന്റ് ചെയ്യും. ഇവർ പുലിയെ പോലെ നൃത്തം ചെയ്യും. ഓണ ആഘോഷങ്ങൾ ആവേശവും നൽകുന്ന ഒരു രസകരമായ കാഴ്ചയാണ് പുലികളി. നമസ്കാരം, എൻ്റെ പേര് അൻവിതി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെട്ട ഒപ്പനയാണ്. ഒപ്പന കേരളത്തിൽ വിശേഷിച്ചും മലബാർ മേഖലയിലെ മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന ജനകീയ കലാരൂപമാണ്. സാധാരണഗതിയിൽ സ്ത്രീകളാണ് ഒപ്പന അവതരിപ്പിക്കുന്നത്. ചൂട്ടുകൾ ലളിതമാണ്. കൈകൊട്ടകൾ സന്തോഷത്തോടെ പാട്ട് പാടാനാണ് കൂടുതൽ പ്രാധാന്യം. പങ്കെടുക്കുന്നവർ നിറപകിട്ടാണ് വസ്ത്രങ്ങൾ ധരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് എലേന. ഞാൻ മാർഗം കളിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തിലുള്ള ഒരു പുരാതന സംഘ നൃത്ത രൂപമാണിത്. AD 52 കേരളം സന്ദർശിച്ച തോമാസ് ശ്ലീഹയുടെ ചരിത്രമാണ് ഈ നൃത്ത രൂപത്തിൻ്റെ ഇതിവൃത്തം. സാധാരണയായി 12 നർത്തകർ കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും വട്ടത്തിൽ നിന്ന് കളിക്കുന്നു. നിലവിളക്ക് യേശു ക്രിസ്തുവിനെയും 12 നർത്തകർ അദ്ദേഹത്തിൻ്റെ 12 ശിഷ്യന്മാരെയും പ്രതിനിധീകരിക്കുന്നു.
നർത്തകർ വെള്ളമുണ്ടും ചട്ടയും ധരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് അദ്വൈത്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചാക്യാർ കൂത്തിനെ കുറിച്ചാണ്. ഇത് കേരളത്തിലെ വളരെ പുരാതനമായ ഒരു ഏകാംഗ കലാരൂപമാണ്. കൂത്ത് എന്ന പദത്തിന്റെ അർത്ഥം നൃത്തം എന്നാണ്. ചാക്യാർ വിഭാഗത്തിൽപ്പെട്ടവർ അവതരിപ്പിക്കുന്നതിനാൽ ഇത് ചാക്യാർ കൂത്ത് ആയി. സാധാരണമായി കൂത്തമ്പലങ്ങൾ എന്ന ക്ഷേത്രങ്ങളിലെ പ്രത്യേക അറിവുകളിൽ നിന്ന് അവതരിപ്പിക്കാറ്. നമസ്കാരം, എൻ്റെ പേര് ആര്യ. ഞാൻ നിങ്ങളോട് ദൈവത്തെക്കുറിച്ച് പറയാം. പുരാതന കാലം മുതൽ വടക്കൻ കേരളത്തിൽ നിലനിന്നു പോരുന്ന അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. ദൈവം എന്ന ഒരു വാക്കിൽ നിന്ന് വന്നതാണ് ഇത്. തെയ്യം വെറുമൊരു കലാരൂപം മാത്രമല്ല, ദൈവത്തോട് നേരിട്ടുള്ള ഒരു അനുഭവമാണ്. തലയിൽ അലങ്കാരവും ഭംഗിയുള്ള മുഖത്തെഴുത്തും എൻ്റെ ഭാഗമാണ്. അനുഗ്രഹം തേടാനും ദൈവങ്ങളുമായി ബന്ധപ്പെടാനും ആണ് ആളുകൾ തെയ്യം കാണുന്നത്. നമസ്കാരം, എൻ്റെ പേര് അഭിനന്ദിക. ഞാൻ ഇന്ന് കേരളത്തിൽ തിരുവാതിരക്കളി കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിനെ കൈകൊട്ടിക്കളി എന്നും പറയും. കേരളത്തിലെ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു നാടൻ സംഘനൃത്തമാണിത്. ഓണം തിരുവാതിര തുടങ്ങിയ ആഘോഷ സമയങ്ങളിൽ ഇത് പ്രധാനമായി അവതരിപ്പിക്കുന്നത്. നർത്തകർ സാധാരണയായ കേരളീയ വസ്ത്രമായ മുണ്ടും നേരിയതും ധരിച്ച് ഒരു വട്ടത്തിൽ നിന്ന് നൃത്തം ചെയ്യുന്നു. അവർ ചുവടുകൾ വയ്ക്കുകയും കൈകൾ കൊട്ടുകയും തിരുവാതിര പാട്ടുകൾ പാടുകയും ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് അർഫി. ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു കലാരൂപം കോൽക്കളിയാണ്. കേരളത്തിലെ പല ഭാഗങ്ങളിലും അവതരിപ്പിക്കുന്ന ഒരു പ്രശസ്തമായ ഒരു നാടൻ നൃത്തമാണിത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കോലുകൊണ്ടുള്ള ഒരു കളിയാണിത്. ഇതൊരു സംഘമായിട്ടാണ് കളിക്കുന്നത്. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും കോൽക്കളി അവതരിപ്പിക്കുന്നത്. ഇത് സമൂഹത്തിൻ്റെ ഒത്തൊരുമയും താൽപോട്ടവും കാണിക്കുന്നു. കേരള കലാരൂപങ്ങളെ കുറിച്ച് ഈ വർഷം കളിക്കുന്ന പുസ്തകത്തിൽ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞങ്ങൾ ഇത് അവതരിപ്പിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായ എന്ന്